പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൈനയിൽ COVID-19 ശേഷം പുതിയ വൈറസ് അതിവേഗം വ്യാപനം നടത്തുന്നു എന്ന് COVID-19 എന്ന് പറയുന്ന എക്സ് ഹാൻഡിലിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഹ്യൂമൻ മെറ്റാബ് ന്യൂമോ വൈറസ് അല്ലെങ്കിൽ HNBV എന്ന് പറയുന്ന വൈറസ് ആണ് അതിവേഗം അവിടെ വ്യാപനം നടത്തുന്നത്. അപ്പോൾ ഈ എക്സിലെ റിപ്പോർട്ട് പ്രകാരം ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ ആശുപത്രിയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ വാർത്തയുടെ നിജസ്ഥിതിയും അതുപോലെ തന്നെ HMBV എന്ന് പറയുന്ന വൈറസ് എന്താണ് എന്നുള്ളതുമാണ്. ചൈനയിൽ ഹ്യൂമൻ മെറ്റാബ് ന്യൂമോ വൈറസ് HMBV പടരുന്നതായി റിപ്പോർട്ട്. കോവിഡ് വ്യാപനത്തിന് 5 വർഷത്തിന് ശേഷം ചൈനയിലെ ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞു കവിയുകയാണ് എന്നാണ് സമൂഹ മാധ്യമ പോസ്റ്റുകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. ഇൻഫ്ലുവൻസ എ, ഹ്യൂമൻ മെറ്റാബ് ന്യൂമോ വൈറസ്, COVID-19 വൈറസുകൾ എന്നിവ ഉൾപ്പെടെ ഒട്ടനവധി വൈറസുകളാണ് ഇവിടെ വ്യാപിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തിരക്കേറിയ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച രോഗികളുടെ വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. COVID-19 എന്ന എക്സ് ഹാൻഡിലിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ചൈനയിലെ കുട്ടികളുടെ ആശുപത്രിയിൽ ന്യൂമോണിയ ബാധ ഉയർന്നതായിട്ടാണ് റിപ്പോർട്ട്. രോഗബാധയെ തുടർന്ന് ചൈനയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം ലോകാരോഗ്യ സംഘടനയോ ചൈനയോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിൽ HMBV കേസുകൾ വർദ്ധിക്കുന്നുവെന്നാണ് ലഭ്യമായ വിവരങ്ങൾ വിശകലനം ചെയ്തുള്ള റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഉറവിടം വ്യക്തമല്ലാത്ത ന്യൂമോണിയ കേസുകൾ നിരീക്ഷിച്ചു വരികയാണെന്നും ചൈനയുടെ രോഗനിയന്ത്രണ അതോറിറ്റി റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി. ഇനി നമുക്ക് ചൈനയിൽ ഇങ്ങനെ പടർന്നു പിടിച്ച് ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുവെന്ന വാർത്തയിൽ പറയുന്ന HMBV എന്താണെന്ന് നോക്കാം. ഇതിന് ഇതുവരെയും പ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. ശ്വാസകോശത്തെ ബാധിക്കുന്ന അണുബാധയാണ് HMBV. കുട്ടികളെയും പ്രായമായ ആളുകളെയുമാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. കുറഞ്ഞ രോഗപ്രതിരോധ ശേഷിയുള്ളവരും ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവരിലും രോഗം ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തു വരുന്ന സ്രവങ്ങളിലൂടെയാണ് ഈ ഒരു രോഗം പടർന്നു പിടിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം രോഗം ബാധിച്ച ആളുകളുമായിട്ട് ഇടപഴകുന്നത് ആ രോഗം പെട്ടെന്ന് വ്യാപിക്കുവാൻ ഇടയായിത്തീരും. വർഷം മുഴുവനും ഈ ഒരു വൈറസ് അന്തരീക്ഷത്തിൽ നിലനിൽക്കുമെങ്കിലും ഈ തണുപ്പ് സമയത്താണ് ഇത് കൂടുതലായിട്ട് വ്യാപനം നടത്തുന്നത്. പനി, ചുമ, ശ്വാസതടസ്സം എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഇതിന് പ്രതിരോധ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇങ്ങനെ ഉണ്ടാവുന്ന വൈറസുകൾ ശരീരത്തിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന രോഗ ലക്ഷണങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടിയുള്ള മരുന്നുകൾ മാത്രമേ ഇതിനൊരു പ്രതിവിധിയായിട്ട് ഉള്ളൂ. COVID-19 ശേഷം ഓരോരോ രാജ്യങ്ങളിൽ ഇങ്ങനെ വൈറസ് വ്യാപനം നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ എല്ലാ രാജ്യങ്ങളിലെ ജനങ്ങളും ആശങ്കയിലാണ്. കഴിഞ്ഞിടയ്ക്ക് ഓസ്ട്രേലിയയിൽ കുറേ അധികം വൈറസുകളെ ലാബിൽ നിന്നും കാണാതെ പോയി എന്നൊരു വാർത്തയും പുറത്തു വന്നു. അപ്പോഴും ജനങ്ങൾ ആശങ്കയിലായിരുന്നു. എന്നാൽ ഈ ഒരു വിവരത്തെക്കുറിച്ച് COVID-19 എന്ന് പറഞ്ഞ എക്സ് ഹാൻഡിലിൽ വീഡിയോ ഉൾപ്പെടെയുള്ള വാർത്തകളാണ് ആ ഒരു ഹാൻഡിലിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും മുഖ്യധാരയിലുള്ള TV ചാനലുകളൊക്കെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകാരോഗ്യ സംഘടനയോ അല്ലെങ്കിൽ ചൈനയോ ഒന്നും ഈ ഒരു വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങൾ ആശങ്കപ്പെടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരവുമില്ല.